ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി മത്തായി സുവിശേഷം 8-ാം അധ്യായം 17-ാം വാക്യം വായിക്കുന്നു. അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്ത് വ്യാധികളെ ചുമന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ തന്നെ. ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. യേശുക്രിസ്തുവിൻ്റെ ഭൂമിയിലെ ജനനത്തിന് ഏകദേശം 750 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചനാത്മാവിൽ യെശയ്യാവ് എഴുതി, അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരടയാളം തരും, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കും. യെശയ്യാവ് 53 സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിൽ യേശു ചെയ്ത അനവധി സൗഖ്യ ശുശ്രൂഷകളെ കാണുവാൻ നമുക്ക് കഴിയുന്നു. ഒന്നാമതായി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്നുള്ള കുഷ്ഠരോഗിയുടെ അഭ്യർത്ഥനയിൽ യേശു കൈനീട്ടി അവനെ തൊട്ട് സൗഖ്യമാക്കുന്നു. പിന്നീട് ശതാധിപന്റെ ബാല്യക്കാരനെ സൗഖ്യമാക്കുകയും തുടർന്ന് പനി പിടിച്ചു കിടന്ന തന്റെ ശിഷ്യൻ പത്രോസിന്റെ അമ്മാവിയമ്മയെ സൗഖ്യമാക്കുകയും ചെയ്യുന്നു. അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്ത് വ്യാധികളെ ചുമന്നു എന്നുള്ള യെശയ്യാ പ്രവാചകന്റെ പ്രവചനം നിവൃത്തിയാകുന്നതായി നാം കാണുന്നു. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ കാലയളവിൽ അനവധി രോഗികളെ അവൻ സൗഖ്യമാക്കി. എന്നാൽ യേശുക്രിസ്തുവിനെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയുടെ ഉദ്ദേശം രോഗസൗഖ്യമോ ഭൂതത്തിൽ നിന്നുള്ള വിടുതലോ പ്രതിസന്ധിയിൽ നിന്ന് കരകയറുന്നതോ മാത്രമായിരിക്കരുത്. അതൊക്കെ സംഭവിക്കുന്നതാണെങ്കിലും ആത്യന്തികമായ ക്രിസ്തു കാൽവരി ക്രൂശിൽ ചുമന്നത് മനുഷ്യവർഗത്തിന്റെ പാപമാണെന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ടാകണം. രോഗസൗഖ്യം ഡോക്ടർമാർക്കും സാമ്പത്തിക പ്രതിസന്ധി പണം തന്ന് സഹായിക്കുന്ന ഒരു വ്യക്തിക്കും ചെയ്യുവാൻ കഴിഞ്ഞേക്കാം. എന്നാൽ മറ്റാർക്കും സൗഖ്യമാക്കുവാൻ കഴിയാത്ത നമ്മുടെ പാപരോഗത്തെ സൗഖ്യമാക്കി നമുക്ക് നിത്യരക്ഷ നൽകുവാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന കാര്യം നാം വിസ്മരിച്ചു പോകരുത്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ്.